അങ്ങനെ ജങ്കുക്കും മമ്മിയും ഇപ്പോൾ മാരീഡ് ഡേയ്സ് വന്നു. മാരേജ് ഹീറോയ്ക്ക് മാരേജ് നടന്നു. മിയു നോക്കാതാണ്. മിയുക്ക് ഭയങ്കര ഹാപ്പി ആയിരുന്നു. മിയു പറയുന്നത് എനിക്ക് ഇതെല്ലാം കാണുമ്പോൾ ഭയങ്കര ഹാപ്പിയുണ്ട്. ഞാൻ തിരിച്ച് ഭൂമിക്ക് ആകാശത്ത് പോവാം. എന്നെ മിയു ഭയങ്കര ഹാപ്പി ആയിരുന്നു. മിയു എനിക്ക് അവളോട് സംസാരിക്കണം. മിയുക്ക് ഒരാഗ്രഹമുണ്ട്. ഹീറോയിനെല്ലാം ഇങ്ങനെയായിട്ട് ഹീറോയിൻ്റെ മമ്മി ആമി ഇവിടെ ഇരുന്നു. ഞാൻ ഇപ്പോൾ താഴെ പോയിട്ട് വരാമെന്ന്. ഹീറോയിനെല്ലാം കുളിച്ച് ഫ്രഷായിട്ട് പൂവെല്ലാം വെച്ചായിരുന്നു. മിയു വന്ന് അടുത്തിരുന്നു. മിയു എന്നെ കാണാൻ സുന്ദരിയായിട്ടുണ്ടല്ലേ? അതെ അതെ സുന്ദരിയായിട്ടുണ്ട്. ഇത് ഹീറോയ്ക്ക് ഷാക്ക്. മിയു നിനക്ക് സംസാരിക്കാൻ പറ്റുമോ? അതെ, ഞാൻ സാധാരണ പൂച്ചല്ല. എൻ്റെ ഫ്ലാഷ് ബാക്ക് ഞാൻ എൻ്റെ കൂടെ പറയാൻ പോവാ. ഞാൻ സാധാരണ ക്യാറ്റല്ല, ഞാൻ സ്വർഗത്തിൻ്റെ ക്യാറ്റ്. മിയു ഫ്ലാഷ് ബാക്ക് പറയുകയാണെങ്കിൽ മിയുവിൻ്റെ അച്ഛനും അമ്മയും ഉണ്ടായിരുന്നു. മിയു ഭയങ്കര കുരുത്തക്കേടാക്കുന്നത്. മിയുക്കും ഫാരി പറയാൻ തുടങ്ങി. അവിടുത്തെ രാജകുമാരി പറഞ്ഞു, മിയു നീ ഇത്ര കഷ്ടപ്പെടുപ്പിക്കണേ. മിയുവിൻ്റെ പേര് മിയാവ് എന്ന പേര്. മിയാവ് നീ ഒരുപാട് കഷ്ടപ്പെടുത്തുന്നുണ്ട്. നീ ഭൂമിക്ക് പോയിട്ട് വാ. ഇതാന്ന് ഭൂമിക്ക് പോയി. മിയുക്ക് ചെറിയ കുട്ടി ക്യാറ്റായിരുന്നു. മിയുക്ക് എല്ലാവരും നോക്കി പോവാം. മിയുക്ക് എന്നെ ആരും പിടിക്കില്ലേ എന്ന് മിയു സാഡായി. ഹീറോയി വന്നു. മിയുവിന് കാരിങ്. മിയുക്ക് ഭയങ്കര ഹാപ്പിയായിരുന്നു. മിയു എന്ന് പേരിട്ട് മിയക്ക് ഭയങ്കര ഹാപ്പിയായി കൂടെയായിരുന്നു. ഇതാണ് എൻ്റെ ഫ്ലാഷ് ബാക്ക്. നീ ഒരുപാട് എന്നെ കാരിങ് ആയി ലവ് മീ എന്നെ ഒരുപാട് നോക്കിയിട്ടുണ്ട്. തിരിച്ചിട്ട് എന്നെ ഒരുപാട് കാരിങ് ആയിക്കിട്ട് മിയു പറയാം, ഞാൻ സ്വർഗത്തിൽ പോവാം. ഒരുപാട് ഐ മിസ് യു മിയു പറയാമായിരുന്നു. കെട്ടിപ്പിടിച്ച് രണ്ടുപേർക്ക് ഭയങ്കര സാഡായിരുന്നു. മിയു ഹഗ് ചെയ്ത് ഞാൻ പോവാം എന്ന് മിയു പറഞ്ഞ് കരഞ്ഞ് അവിടുന്ന് പോയി. ഹീറോയ്ക്ക് ഭയങ്കര സാഡായിരുന്നു. മിയു അലക്കിയിട്ട് അവിടുന്ന് മറിഞ്ഞു പോയി. ഹീറോയി പൊട്ടി കരയാൻ തുടങ്ങിയായിരുന്നു. ഹീറോയുടെ മമ്മി പറയുന്നത് കേട്ടു. അതിങ്ങനെ കണ്ടു തുറത്തു. മിയു നീ എന്നെ അലക്കി പോയോ? മിയു ഭൂമിക്ക് ആകാശത്ത് പോയി. മിയു എത്തിയോ? മിയു വന്നു. എന്നെ സാഡായിട്ട് പോകാൻ തുടങ്ങി. ഫാരിക്ക് ഒന്നും മനസ്സിലായില്ല. അവിടുത്തെ രാജകുമാരിക്ക് ഒന്നും മനസ്സിലായില്ല. എന്ത് പറ്റി മിയു? ഒന്നുമില്ല. അങ്ങനെ മിയു ഭയങ്കര സാഡായിട്ട് പോകാൻ തുടങ്ങിയിരുന്നു. ഇത് കണ്ട് മിയു വീട്ടിലിരുന്നു. ഹീറോയ്ക്ക് സാഡായിരുന്നു. അങ്ങനെ റൂമൊക്കെ അയച്ചു. ജങ്കുക്ക് റൂമൊക്കെ പാലെടുത്തുകൊണ്ട് പോയി. ജങ്കുക്ക് പറയാൻ തുടങ്ങി. ഇപ്പോൾ അതെന്ത് പറയാൻ പറ്റൂ? ജങ്കുക്ക് പറഞ്ഞു, കുറച്ച് ഡേയ്സ് തൊട്ട് നമ്മളെ കുറിച്ച് നമ്മൾ അറിയാം. അങ്ങനെ ജങ്കുക്ക് പറഞ്ഞു, ശരി ഓക്കെ. രണ്ടുപേരും ഉറങ്ങി. അങ്ങനെ രാവിലെ ഹീറോയ്ക്ക് കുറച്ച് കൺഫ്യൂസ് ആയിരുന്നു, കുറച്ച് സാഡായിരുന്നു. ഹീറോയുടെ ചേട്ടൻ കേട്ടായിരുന്നു മിയു ഇവിടെ. അതൊന്നുമില്ല ചേട്ടാ എന്ന് ഹീറോയി പറഞ്ഞു. ഹീറോയി ഇങ്ങനെ സാഡെന്ന് പറയുമ്പോൾ ചേട്ടാ മ്യൂസ് നടന്ന കാര്യം പറഞ്ഞു. ഹീറോയിൻ്റെ ചേട്ടൻ നമ്പിക്കില്ലായിരുന്നു. പിന്നെ നടന്ന കാര്യം സാഡായിട്ട് പറഞ്ഞു. പിന്നെ ക്യാറ്റ് വരുന്ന കണ്ടില്ല. പിന്നെ ഹീറോയിൻ്റെ ചേട്ടന് കുറച്ച് ഡൗട്ട് വന്നു. അതുമാത്രമല്ല ഹീറോയിൻ്റെ ചേട്ടൻ പോകുമ്പോൾ റൂമിലൊരു കത്തുണ്ടായിരുന്നു. അതിലൊരു കത്ത് ഉണ്ടായിരുന്നു. ഒരു ഫോണിൽ വീഡിയോ ഉണ്ടായി. മിയു സംസാരിച്ചോ, നീ എന്നെ ഒരുപാട് കാരിങ് ചെയ്തിട്ടുണ്ട്. മിയു സംസാരിക്കേണ്ട ചേട്ടൻ ഷോക്കായി. ലെറ്റർ വായിച്ചു. ലെറ്ററിലാകുമ്പോൾ ഹീറോയിൻ്റെ ചേട്ടൻ കൺഫേം ആയി മിയു പോയിട്ടുണ്ട് എന്ന്. അങ്ങനെ ആയിട്ട് മിയു ഇപ്പോൾ ഡേയ്സ് പോകുന്നത്. ഹീറോയിൻ ഭയങ്കര കൊറിയല്ല ഉള്ളത്. കുറച്ച് സാഡായിരുന്നു. BTS മെമ്പർ ഇങ്ങനെ ഷൂട്ടിങ് അതൊക്കെ ഇതെല്ലാം പോകുന്നതാണ്. മിയു ആകാശത്തിൽ സാഡായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും കുറുത്തക്കടയിൽ മിണ്ടാതിരുന്നു. ബാജറൊക്കെ ഫുഡ് നേരെ കഴിക്കുന്നില്ല. മിയുവിൻ്റെ അമ്മയൊക്കെ ഒരുപാട് സാഡായി. ഇവൻ എന്താ ഇങ്ങനെ സാഡാക്കുക? ഇവൻ വെച്ചിട്ട് ഒരു കാര്യമില്ല. ഫാരിനോട് നടന്ന കാര്യം പറഞ്ഞു. ഫാരിക്ക് സാഡായി. ശരി ഇവരുടെ സംസാരിക്കാം. മിയു എന്ത് ഫാരി നീ എന്താടാ? ഈ തൊട്ട് നോക്കുക വിവേക്കായിട്ടുണ്ട്. ഫാരിക്ക് സാഡായി. ശരി മിയു നീ ഭൂമിക്ക് പോയിക്കോ. അത് ഞാൻ എങ്ങനെ വിട്ടു പോവാ? മിയു നിനക്ക് ഈ ഭൂമിക്ക് ആകാശത്ത് അവൾ മരിച്ചപ്പോൾ അവർക്ക് വയസ്സാകുമ്പോൾ അവർ സോൾ വരുമ്പോൾ നിനക്ക് തിരിച്ചിട്ട് ഇവിടേക്ക് വരാം. അവരെ കൂടെ ഇരിക്കാൻ പറ്റൂ. മിയുവിനോട് പറഞ്ഞു. മിയുക്ക് ഭയങ്കര ഹാപ്പിയായി. എനിക്ക് തിരിച്ചു വരാൻ പറ്റൂ? അതെ മിയു നീ ഭൂമിക്ക് പോയിക്കോ എന്ന് പറഞ്ഞു. മിയുവിനെ തിരിച്ച് അയച്ച്. അങ്ങനെ മിയു തിരിച്ച് ഭൂമിക്ക് വന്നു. ഹീറോയിൻ്റെ ചേട്ടൻ ഭയങ്കര സാഡായിട്ട് ഉണ്ടായിരുന്നു. മിയു എന്ന് പറയൊക്കെ എന്തൊരു ചേട്ടാ. മിയുവിൻ്റെ സൗണ്ട് കേട്ട് തിരിഞ്ഞു നോക്കും. മിയു എന്ന് കേട്ടി ഒരു കരയാൻ തുടങ്ങി. എന്താടാ പറ്റി? എടാ എനിക്ക് മാരേജ് ഇഷ്ടമില്ല മിയു. എനിക്ക് കല്യാണം കഴിപ്പിക്കണടാ മിയു. ആ പെണ്ണ് ശരിയില്ലടാ. അവളെ പെണ്ണ് കാണാൻ ഞാൻ പോവാടാ. എനിക്ക് ഇഷ്ടമല്ലടാ മിയു. നീ എനിക്ക് ഏൽപ്പിച്ചേടാ മിയു എന്ന് പറയുന്നു. ശരി ടെൻഷൻ ആക്കണ്ട. ആരാ പെണ്ണ്? ഇതാ പെണ്ണ്. മിയു ഇത് കണ്ട് ചിരിക്കാൻ തുടങ്ങി. എന്തടാ എന്ത് ഇകള് നടന്ന കാര്യം മിയു പറഞ്ഞത്. ഇതിനെ ഞാൻ ഇപ്പം നോക്കിയിട്ട് വന്നത്. അപ്പുറത്തെ വീട്ടിലെ പെൺകുട്ടിയല്ലേ. അപ്പുറത്തെ കൊച്ച 4 വീട് കറങ്ങി പോണ്ടേ. ഞാൻ സംഭവം ഇതാ കണ്ടോ. വീട്ടിൽ അമ്മ അച്ഛനൊക്കെയല്ലേ കാട്ടിയു. അമ്മ പെണ്ണ് വേണ്ട. അങ്ങനെ വീട്ടിലെ ക്യാൻസൽ ചെയ്തു.
അങ്ങനെ ഡേയ്സ് പോയതാണ് ഹീറോയിൻ്റെ ചേട്ടനിക്ക് നല്ലൊരു ഗേൾ നോക്കി നല്ല കുട്ടിയാണ്. അങ്ങനെ ഹീറോയിൻ്റെ ചേട്ടക്ക് മാരേജ്. അപ്പോൾ ഹീറോയിൻ വന്നായിരുന്നു. മിയുക്ക് ഭയങ്കര ഹാപ്പി ആയിരുന്നു. മിയുവിനെ കണ്ട് ഹീറോയ്ക്ക് ഭയങ്കര ഹാപ്പി. മിയു നീ തിരിച്ചു വന്നു. ഞാൻ തിരിച്ചു വന്നു. അങ്ങനെ പറഞ്ഞു മിയു. അങ്ങനെയായിട്ട് പറഞ്ഞു. അങ്ങനെ ഹീറോയ്ക്ക് ഭയങ്കര ഹാപ്പിയായി. എല്ലാവരും ജോലിയായിട്ട് സംസാരിക്കും. ഹീറോയിൻ്റെ ചേട്ടനിക്ക് ഞാൻ മാരേജ് നടന്നു. ഹീറോയ്ക്ക് ഇപ്പോൾ ബേബിയുണ്ട്. ട്വിൻസ് ഗേൾ ബേബി ബോയ് ബേബി. ഫസ്റ്റ് ബോയ് ബേബി നെക്സ്റ്റ് ഗേൾ ബേബിയാണ്. ഇപ്പോൾ ജങ്കുക്കൊരു ആ ബേബി വളർന്നു. ജങ്കുക്കൊരു ബേബി കണ്ടുപിടിച്ചു. മ്യൂ എന്ന് കെട്ടിപ്പിടിച്ച് അടിപ്പാവി മ്യൂ നീ സംസാരിക്കുന്നത് എനിക്ക് നന്നായിട്ട് കേൾക്കും. ഇത് കണ്ട് മ്യൂക്ക് ഷോക്ക്. അപ്പോൾ ഞാൻ ഇതൊന്നും സംസാരിച്ചത് എനിക്ക് മനസ്സിലായ. ഇല്ല നീ എന്ത് ലാംഗ്വേജ് സംസാരിക്കാൻ എനിക്കറിയില്ല. ഇപ്പം എനിക്ക് എല്ലാ ലാംഗ്വേജും അറിയും. മ്യൂ എന്ന് കെട്ടിപ്പിടിച്ചു. മ്യൂ ശരി ശരി. ജങ്കുക്കടെ കൂൾ ജ്യൂസ് കുടിച്ചായിരുന്നു. അയ്യോ എനിക്ക് കുറച്ച് തവള തരാൻ പറ്റുമോ? ഇതാ തവള് എടുത്തോ. ജങ്കു ഷോക്ക്. എന്ത് പൂച്ച എന്ന് ഇതെങ്ങനെ സംസാരിക്കും? മ്യൂ പറയുകയാണെങ്കിൽ എനിക്ക് സംസാരിക്കാൻ മാത്രമല്ല എനിക്ക് പാട്ട് പാടാനും ഡാൻസ് കളിക്കാൻ അറിയൂ. അങ്ങനെ മ്യൂ പറഞ്ഞു. ഇത് കേട്ട് ഷോക്കായി. എന്ത് ഡാൻസ് കളിക്കാൻ പാട്ട് പാടാൻ അറിയൂ? അതെ അതെ ജങ്കു നെക്സ്റ്റ് സോങ്ങില് ഞാനാണ് പാട്ട് പാടുന്നത്. എന്താ? ജങ്കുക്ക് ഷോക്ക്. പീറ്റർ വി വന്നു. വിക്ക് ഷോക്ക്. മ്യൂ മ്യൂ എടാ നിനക്കെന്തടാ വെറുതെ കെട്ടവനെ ജ്യൂസ് സ്ട്രോബെറി തിന്നുന്ന ഞാൻ അസല് ഫ്രിഡ്ജിൽ സ്ട്രോബെറി കേക്ക് വെച്ച എടുത്ത് കഴിച്ചില്ലടാ തെണ്ടി. അയ്യോ നീ സ്ട്രോബെറി പറ്റിയോ? നിന്നെ ഞാൻ സ്ട്രോബെറി ആക്കി കഴിക്കും ഇതായിട്ട് എല്ലാവർക്കും ഷോക്കായിരുന്നു. ആറാം നീ പഠിപ്പിച്ച് ലാസ്റ്റ് എന്നെ മെൻ്റൽ ചെയ്തിട്ടേ എല്ലാവരോടും പറയാൻ തുടങ്ങിയായിരുന്നു. അങ്ങനെ ജങ്കുക്ക് നിങ്ങൾ ഗെയിം കളിക്കുന്നതല്ലേ ജിമ്മിൻ? നീ ഒരു പ്ലേ ബോയ് എന്ന് കറങ്ങണ്ട. ഓൾറെഡി നിനക്ക് പ്ലേ ചെയ്യാൻ പ്ലേ ഇല്ല. അങ്ങനെ എല്ലാവരും വെച്ച് കളിയൊക്കെ തുടങ്ങി. എല്ലാവർക്കും ഭയങ്കര ഹാപ്പി ആയിരുന്നു. അങ്ങനെ കുറേയൊക്കെ എല്ലാവരും പോയിരുന്നു. മിയു പറഞ്ഞു ഞാൻ കൂടെ വരാമെന്ന്. അങ്ങനെ മാജിക് സ്റ്റിർ മിയും കൂടെ വന്നിരുന്നു. ആർക്കും കാണുന്നില്ല. നെക്സ്റ്റ് സോങ്ങിൽ മിയു പറഞ്ഞ മതി അവരുടെ കൂടെ ഡാൻസ് പാട്ടും മിയു ചെയ്തു. മിയു ഡബിങ് എല്ലാവർക്കും കേട്ടു. എങ്ങനെ ഈ പൂച്ച സംസാരിക്കുന്നത്? ഇല്ലല്ല ജങ്കൊന്നെ എഡിറ്റ് ചെയ്ത് ജങ്ങൾക്ക് ഒന്നും പറയാൻ പറ്റില്ല. അയ്യോ ഈ പൂച്ച സംസാരിക്കുന്നത് ഞാനെന്ത് പറയാം? അങ്ങനെ മിയു ഭയങ്കര പാട്ട് ഡാൻസ്. അങ്ങനെ എല്ലാവരും ഹാപ്പി എൻഡിങ്.